നാടകവേദിയിലെ മഹാനടന്മാരുടെ കാലഘട്ടത്തിലെ ഒരു പ്രതിഭ കൂടി കാലയവനികയിൽ. ഇടുക്കിയുടെ പെരുമയായിരുന്ന പ്രശസ്ത അഭിനേതാവ് MC കട്ടപ്പന നിര്യാതനായി. അതുല്യ കലാകാരൻ ഇനി അനന്തതയുടെ തിരശ്ശീലയ്ക്കപ്പുറം. മികച്ച നാടക നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവ് കട്ടപ്പനയുടെ പ്രിയ കലാകാരന് വിട. 75 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം. പതിറ്റാണ്ടുകളോളം നാടകരംഗത്ത് സജീവമായിരുന്നു. 30ഓളം നാടകങ്ങളിൽ വേഷമിട്ടു. നിരവധി സിനിമകളിലും അഭിനയിച്ചു. സാമൂഹിക പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു. ഭാര്യ സാറാമ. മാധ്യമപ്രവർത്തകനും അഭിനേതാവുമായ MC ബോബൻ, ഷീജ എന്നിവരാണ് മക്കൾ. 2007 മികച്ച നാടക നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം തേടിയെത്തി. കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം. മലയോര കർഷകരുടെ കണ്ണീരിൽ കുതിർന്ന കഥയായിരുന്നു ഇതിവൃത്തം. ഇതിൽ MC കട്ടപ്പനയുടെ കർഷകന്റെ കഥാപാത്രം ഏറെ പ്രശംസ നേടി. 1977 MC കട്ടപ്പന പ്രൊഫഷണൽ നാടകവേദികളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ നാടകത്തിലൂടെയുള്ള അരങ്ങേറ്റത്തെ തുടർന്ന് പിന്നീട് വിവിധ നാടക സമിതികളിൽ നൂറുകണക്കിന് വേദികൾ പിന്നിട്ടു. സർക്കാർ സർവീസിനിടയിലാണ് അഭിനയവും MC കട്ടപ്പന ഒന്നിച്ചു കൊണ്ടുപോയത്. പകൽ, കാഴ്ച, അമൃതം, പളുങ്ക്, കനകസിംഹാസനം, മധുചന്ദ്രലേഖ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു. അവനെ ദത്തെടുക്കണം. ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും നൂലാമാലകളേറെയാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. കോടതി ചെല്ലുമ്പോ അവര് തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കും. കണ്ട കാര്യങ്ങളൊക്കെ ചാടിക്കേറി അങ്ങ് വിളിച്ചു പറഞ്ഞേക്കല്ലേ. നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് ഞാൻ തരാം. ദയവായി അനുസരിക്കണം. എന്റെ മോന്റെ ജീവിതം തകർക്കരുത്. ഇവൻ വേലിത്തപ്പി പാവമാ. പൊന്നുമോളെ, ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷ. അച്ഛനിവിടെ കാല് പിടിക്കുന്ന കാര്യം എന്താ? ആരാ നിങ്ങൾ? എന്തിനാ നിങ്ങൾ വീണ്ടും ഇവിടെ വന്നത്? സ്വന്തം പേരിനൊപ്പം കട്ടപ്പനയുടെ പേര് സ്വീകരിച്ച് നാടിന്റെ മഹിമ ലോകമെമ്പാടും എത്തിച്ച പ്രിയ കലാകാരൻ. കട്ടപ്പനയ്ക്കിത് തീരാ നഷ്ടത്തിന്റെ ദിനം. ചരിത്രത്തിൽ MC കട്ടപ്പനയുടെ പേര് സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഹൈറേഞ്ചിന്റെ നടന വിസ്മയം MC കട്ടപ്പനയ്ക്ക് ഇടുക്കി ലൈവിന്റെ ആദരാഞ്ജലികൾ.